പോയേ പോയേ കയ്യിൽ നിന്ന് പോയേ പിന്നെയും പോയേ. ശരിക്കും കയ്യിൽ നിന്ന് പോയിട്ട് ഇരിക്കുന്ന ടൈം ആക്ച്വലി നല്ല ഹാപ്പി ആയിട്ടാണെന്നുള്ളത് കാണിക്കാൻ നോക്കിയെങ്കിലും കഴിയണ്ടേ. വേറെ ഒന്നുമല്ല, ഇന്ന് എന്റെ 4 വീലറിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. ലൈസൻസ് എടുത്ത എല്ലാവർക്കും അറിയാലോ ഇതിന്റെ തലേ ദിവസം നമുക്ക് ഉണ്ടാവുന്ന ഒരു അവസ്ഥ. ഇരിക്കാനും പറ്റില്ല, നടക്കാനും പറ്റില്ല, ഉറങ്ങാനും പറ്റില്ല. ഒരു ഒന്നൊന്നര അവസ്ഥയാണല്ലോ. അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ ഞാനും വൈശാഖേട്ടനും അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു ഒന്നൊന്നര ക്യൂ ആയി. രാവിലെ അവിടെ പോയിട്ട് എച്ചിട്ട് കിട്ടിയപ്പത്തിന് ഉച്ചയായിട്ടുണ്ട്. ഇങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞ് ഇനി റോഡ് ടെസ്റ്റ് കൂടെ ഉണ്ട്. രണ്ടും എനിക്ക് കിട്ടിയടോ. ആക്ച്വലി എനിക്ക് തന്നെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചു. ബിക്കോസ് ലൈസൻസ് കയ്യിൽ കിട്ടിയേ. നേരെ ശിവയുടെ വീട്ടിലേക്ക് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിന്ന് സോന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇനി ഒരു ദിവസം ഉണ്ടെങ്കിൽ 2 ദിവസം ഞങ്ങൾ അവിടെ. ഈ എക്സൈറ്റ്മെന്റ് അപ്പം മാത്രമേ ഉണ്ടായിരുന്നു. ഇവളുടെ ഈ പട്ടിക്കാട്ടിൽ നിന്നിട്ട് ബസ് കിട്ടാനായിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചു പോയി. കേൾക്കണ്ടേ സ്റ്റേഡിയത്തിൽ. ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? മുണ്ടൂരിന്ന് നേരെ സ്റ്റേഡിയത്തേക്ക് വിട്ടാൽ മതി. എങ്ങനെയൊക്കെയോ അവിടുന്ന് ബസ്സും പിടിച്ച് നേരെ സോനന്റെ സ്ഥലത്ത്. സ്ഥലം ഏതാ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഒരു കാടിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ 5:30 ആയപ്പോഴേക്കിന് ഫുള്ള് ഇരുട്ടായി. നല്ലൊരു ഇരുട്ട് ഉള്ള വഴി കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണത്. ജീവനോടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമായിരിക്കും. റേഞ്ച് ഇല്ല, ഫോണൊക്കെ കട്ടാവുകയാണ്. ജീവനോട് ഉണ്ട്, അതുകൊണ്ടാണ് ഇപ്പൊ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അച്ഛൻ മലയാളത്തിൽ പറഞ്ഞാണ് നേരത്തെ വരാൻ. ലൈസൻസ് ഒക്കെ കിട്ടി അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും സമയമായി. അപ്പൊ ഇത്ര ലേറ്റ് ആവും ചെയ്യും. എന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്നാലും ഞങ്ങൾ അവിടെ പോയി ബസ് ഇറങ്ങുമ്പോഴേക്കും അവളും അവളുടെ അച്ഛനും വണ്ടിയും കൊണ്ട് വെയിറ്റ് ചെയ്യുന്നു. പോയി കൈ കഴുകി ടേബിളിൽ ഞങ്ങൾക്കാണെങ്കിൽ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇരുന്ന് കഴിച്ച് തീർക്കാൻ പറ്റപ്പാട് ഞങ്ങൾക്ക്. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ആൾക്കാർ വന്നു. ക്രിസ്മസിന്റെ ടൈം ആയോണ്ടായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റത്തെ കളി. ഞങ്ങളെല്ലാരും പാടെ കൂടിക്കഴിഞ്ഞാൽ അതൊരു ഉത്സവ പറമ്പാണല്ലോ. ഇന്ന് ഇത്ര ഉള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.